ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അനന്തംപിള്ള ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേണ്ട ഡോറ് തുറന്ന് രാജുവും അംബികയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. രാജുവിനെ കണ്ടതും അനന്തംപിള്ളയ്ക്ക് അങ്ങ് വല്ലാത്തൊരു ഞെട്ടൽ. ഇവനെന്താ ഈ സമയത്ത് ഇങ്ങോട്ട്, അതും അംബികയോടൊപ്പം? രാജു അകത്തോട്ട് അംബികയോടൊപ്പം വരുന്നത് കണ്ടിട്ട് അനന്തംപിള്ള പെട്ടെന്ന് ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് അംബികയോട് ചോദിക്കുക, ഇവനെന്താ ഇവിടെ? അത് കേട്ടിട്ട് രാജുവിന് ദേഷ്യം വന്നിട്ട് രാജു പറയാ, ദേണ്ടേ നിങ്ങൾ വലിയ പാർട്ടി പ്രസിഡൻ്റോ വല്ലതും ആയിരിക്കും, എന്നെ എടാ പോടാന്നൊക്കെ വിളിക്കണ്ട. എടാ പോടാന്നൊക്കെ വിളിക്കുന്നേ അങ്ങ് വീട്ടിലുള്ളവരെ ചെന്ന് വിളിച്ചാൽ മതി. ആഹാ, ഇവനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അനന്തംപിള്ള. ഡാ, നീ എന്നെ മര്യാദ പഠിപ്പിക്കുന്നു. പെട്ടെന്ന് അംബിക, അനന്തംപിള്ളേ ഇയാളാണിപ്പോൾ എൻ്റെ പുതിയ PA. അത് കേട്ടിട്ട് വിശ്വസിക്കാനാകാതെ, PAയോ? ആര്? ഇവനോ? അതേ അനന്തംപിള്ളേ, ആര് നിയമിച്ചു? അത് പ്രതാപൻ. അടിവില്ലിൽ വീണ പെരിച്ചാഴി നിൽക്കുന്ന പോലാണ് അംബിക നിൽക്കുന്നത്. അംബിക എന്നിട്ട് രാജുവിനോട് പറയുക, നിങ്ങൾ പുറത്തു പോയി നിൽക്കണം, എനിക്കും പാർട്ടി പ്രസിഡന്റുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം എന്നിങ്ങനെ വലിയ ഭവ്യതയോടാണ് പറയുന്നതൊക്കെ. രാജു ഇങ്ങനെ ദേഷിച്ച് നോക്കിയിട്ട് കയ്യിലിരുന്ന ഫയൽ ആ ടേബിളിൽ വെച്ചിട്ട് രാജു ഇറങ്ങി അങ്ങ് പോയി. യൂസ്ലെസ്സിനെയൊക്കെ എന്തിനാ അംബികയെ കൂടെ കൂട്ടിയത്? അത് അനന്തംപിള്ളെ പ്രതാപൻ അവനെ സജസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ അംബികയെ? ഇവനിട്ടൊരു പണി കൊടുക്കണം. അവൻ്റെ കുടുംബം തകർക്കാൻ ഓൾറെഡി ഞാനൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒന്നാം തരം ഒരു പണിയാ അനന്തംപിള്ളെ. എന്നാലേ വെറുതെ സന്തോഷത്തിനെങ്കിലും എന്നോടൊന്ന് പറ, ഞാനോടൊന്ന് കേൾക്കട്ടെ. അതെ, രുക്മിണി എന്നൊരു അവതാരമുണ്ട്, അതായത് ഇവൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മ. എനിക്കറിയാം അമ്പിയെ, ആ പലിശക്കാരൻ ഗോപിപ്പിള്ളയുടെ ഭാര്യയല്ലയോ? ചില കൊടുങ്കാടുകളിൽ കാണപ്പെടുന്ന അപൂർവ ഇനം രാജവെമ്പാലയിൽ പെട്ടതാ ഈ രുക്മിണി. ഇവളെ വെച്ചാ ഞാനൊരു 8ന്റെ പണി തുടങ്ങാൻ പോകുന്നത്. എന്നിട്ട് അംബിക തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്ലാൻ അനന്തംപിള്ളയോട് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ കേട്ടിട്ട് അനന്തംപിള്ള ചിരിക്കുവാണ്. അംബിക ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ? സന്തോഷത്തിന് മതിമറന്ന് നൈസ്, കൊള്ളാം അംബികെ. അപ്പോൾ ഈ രാജുവിൻ്റെ കാര്യം എന്ത് തീരുമാനിച്ചു? അതെ, വൈകുന്നടം വരെ ഇവൻ ആ മൂലയ്ക്ക് തന്നെ അങ്ങ് നിൽക്കട്ടെ. കൊള്ളാം അംബികെ, ഏറ്റ പണി തന്നെ അവന് കൊടുത്തിരിക്കുന്നത്. ഈ സമയം പ്രതാപന്റെ വീട്ടിൽ ജയൻ ഇങ്ങനെ വല്ലാതൊരു വളിച്ച ചിരിയോടെ നിൽക്കുക. ഋതിക അത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോവുക. അപ്പോൾ ഋതുമോളെ എന്നിങ്ങനെ ജയൻ വിളിച്ചിട്ട് പറയുക, ഈ പാവം അളിയനോട് ക്ഷമിക്കണം ഋതുമോളെ. ഋതികയെ അല്പം പരിഹാസവും പരിഭവവും കലർന്ന സ്വരത്തിൽ പറയുക, അളിയനോ? ഞാൻ അങ്ങനെ വിളിച്ചെനിക്ക് ശീലമില്ലല്ലോ, ഞാൻ ജയേട്ടെന്നാണല്ലോ വിളിക്കാറുള്ളത്. ഓ ശരിയാ, അല്ലെങ്കിൽ ഈ അളിയാന്നുള്ള വിളി അത്ര സുഖമുള്ള കാര്യമല്ല. എനിക്കാണെങ്കിൽ ആ വിളി കേൾക്കുമ്പോൾ ഞാനൊരു വളവനാണെന്ന് തോന്നും. ജയൻ അങ്ങനെ പറഞ്ഞിട്ടും ഋതിയെ വലിയ മൈൻഡൊന്നും ചെയ്യാതെ അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ വീണ്ടും ജയൻ വിളിക്കുക, അയ്യോ ഋതുമോളെ പോകല്ലേ, നിക്ക്, ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞു തീർന്നില്ല. എന്താ ജയേട്ടാ, എന്താന്ന് വെച്ചാ പറ. അതെ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ അംബിക. ഒരു ഫുട്ബോൾ ആയിരുന്നെങ്കിലുണ്ടല്ലോ ഈ കാലുകൊണ്ട് ഞാൻ അടിച്ച് തെറിപ്പിച്ചാനേ അവളെ. അതിന് അംബിക ഒരു ഫുട്ബോൾ അല്ലല്ലോ ജയേട്ടാ. എൻ്റെ മോൾ എന്നോട് പൊറുക്കണം. ആ അംബിക കയറി, ജയ നീ എൻ്റെ PA ആകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി കയറി അങ്ങ് അനുസരിച്ച്. അത് മോളെ, എനിക്ക് അംബികയെ എതിർക്കാനുള്ള ഒട്ടും കഴിവില്ലാത്തത് കൊണ്ടാണ്. എനിക്കാണെങ്കിൽ അംബികയുടെ PA ആകാൻ അല്പം പോലും താല്പര്യമില്ലായിരുന്നു. ഒക്കെ മുടിഞ്ഞ ജാടയായിരുന്നു മോളെ. എനിക്ക് രാജുവളിയനോട് എപ്പോഴും സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. രാജുവളിയൻ എൻ്റെ പൊന്നളിയനല്ലേ. രാജുവളിയന് ഋതുമോളുവാ ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം. വേണ്ട ജയേട്ടാ, അത്രയ്ക്കൊന്നും അങ്ങോട്ട് വേണ്ട. ഒരു വലിയ ആൾ സ്നേഹി. രാജുവിനോടൊരല്പമെങ്കിലും സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അംബികയുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു, അംബികയുടെ PAയുടെ പണിയെ രാജു തന്നെ ചെയ്യുമെന്ന്. പക്ഷേ നിങ്ങളത് പറഞ്ഞോ? ഇല്ലല്ലോ, നിങ്ങൾ വെറും അവസരവാദിയാ എന്ന് പറഞ്ഞിട്ട് ജയൻ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാത്ത ഋതിക അവിടെ നിന്ന് പോയി. രാവിലെ വേണുവേട്ടനാണെങ്കിൽ ന്യൂസ് പേപ്പറിനകത്തെ ഓരോ വരിയും ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ദാണ്ട വരുന്ന ഒരു അവതാരം പോലെ രുക്മിണി. വേണുവേട്ടൻ രുക്മിണി വരുന്നത് കാണുന്നുണ്ട്. മനസ്സിൽ പറയാ, ഇവരെന്താ ഈ രാവിലെ ഇങ്ങോട്ട് വരുന്നത്? എല്ലാ പുതിയ പണി വല്ലതും ഒപ്പിക്കാനാണോ? ഇനി പുതിയ പാര വല്ലതും രാഗിക്കൊണ്ടുള്ള വരവാണോ? കൊച്ചമ്മണി ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് പറ്റിയ ഒരു എതിരാളിയായിരുന്നു. കൊച്ചമ്മണി വല്ലതൊക്കെ പറഞ്ഞു നിർത്തിയാനെ. എടി രാധേ, ദാണ്ട രുക്മിണി വന്നിട്ടുണ്ട്. നമസ്കാരമൊക്കെ പറഞ്ഞുകൊണ്ടാണ് രുക്മിണി വരുന്നത്. കൊല്ലുന്നതിന് മുമ്പുള്ള ആ ഒരു സ്നേഹപ്രകടനമാണ്. വേണുവേട്ടൻ പറയാ, വാടകയൊക്കെ ഇപ്പൊ അക്കൗണ്ടിൽ ഇടുന്നത് കൊണ്ട് നമ്മുടെ ഹൗസ് ഓണറിനെ കാണാനേ കിട്ടുന്നതില്ലല്ലോ. എന്ത് പറയാനാ വേണുവേട്ട, എനിക്ക് ഇപ്പൊ വലിയ തിരക്കാ. അതെന്താ രുക്മിണി, പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? ഓ, പഴയതുപോലെ ഞാനിപ്പോൾ പലിശ പരിപാടി ഒന്നും നടത്തുന്നില്ല വേണുവേട്ട. അപ്പോൾ രാധമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. രുക്മിണി വാ ഇരിക്ക്, ഞാൻ ചായ കൊണ്ടുവരാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും, വേണ്ട രാധമ്മേ, മുമ്പേ ചില കാര്യങ്ങൾ പറയാനും ആലോചിക്കാനും ഉണ്ട്. ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഹരീഷും ശ്രീലക്ഷ്മിയും നമ്മളോട് 2 കൂട്ടരോടും കുറച്ച് അകൽച്ചയെ തന്നെ എന്ന് വെച്ച് നടക്കേണ്ടതും നടത്തേണ്ടതുമായ ചില ചടങ്ങുകളുണ്ട്. അതൊക്കെ നടത്തിയില്ലെങ്കിലേ നാട്ടുകാരൊക്കെ നമ്മളോടല്ലേ ചോദിക്കുന്നത്. രുക്മിണി, അത് എന്തോ പറയാൻ വന്നേന്നൊന്ന് വ്യക്തമായിട്ട് പറ.
അതെ, അവർ നമ്മളോട് രണ്ടു കൂട്ടരോട് മിണ്ടാതെയും പറയാതെയും നടക്കുന്നെങ്കിലും അവർ നമ്മുടെ മക്കളല്ലേ വേണുവേട്ടാ. ശ്രീലക്ഷ്മിക്ക് വയറ് കാണൽ എന്നൊരു ചടങ്ങുണ്ട്, അത് നമുക്ക് നടത്തണ്ടേ? പ്രിയയ്ക്ക് ഉടനെ ഒരു സംശയം. വയറ് കാണൽ ചടങ്ങോ? അങ്ങനെ ഒരു ചടങ്ങുണ്ടോ അമ്മേ? ഉണ്ട് മോളെ, അത് കൂടുതലും തമിഴ്നാട്ടിലാണ് നടക്കുന്നത്. അവിടെ അതിന് വളകാപ്പെന്നും പുളികുടി എന്നൊക്കെ പറയും. പെണ്ണിന്റെ കയ്യിൽ കാപ്പിടണം, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം, അതാണ് ആ ചടങ്ങ്. വേണുവേട്ടൻ ഉടനെ പറയുക, രുക്മിണി, എല്ലാ ചടങ്ങുകളും നടത്തണമെന്നൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ മോളെ ഒന്ന് കാണാനുള്ള ഒരു അവസരം പോലും നിങ്ങളുടെ മകൻ ഞങ്ങൾക്ക് തരുന്നില്ല. വെട്ടുപോത്തിനോട് വേദം പോകുന്ന പോലെ അവനോട് എന്തെങ്കിലും പറയുമ്പോൾ അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ വേണുവേട്ട. ഞാൻ പറഞ്ഞാൽ പോലും അവൻ ഒന്നും കേൾക്കില്ല. എന്ന് വെച്ച് ഈ വക ചടങ്ങുകളൊക്കെ നടത്താതിരുന്നാലേ നാട്ടുകാരുടെ മുന്നിൽ നമുക്ക് പിന്നെ എന്താ ഒരു വില? അതുകൊണ്ട് വേണുവേട്ടനും രാധമ്മയും ശക്തമായി ഈ ഒരു കാര്യത്തിൽ ഇടപെടണം. അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ചടങ്ങിന് സമ്മതിപ്പിക്കണം. ഈ ചടങ്ങ് നടത്തിയേ പറ്റൂ. ഇത് പറയാൻ വേണ്ടിയാ രാധമ്മയെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് രുക്മിണി ഇറങ്ങുവാണ്. വലിയ ഒരു കൊലപാതകമാണോ വലിയൊരു തട്ടിപ്പാണോ ഇതിൻ്റെ പിന്നിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം അംബികയും രുക്മിണിയും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. മിക്കവാറും ഗർഭം അലസിപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും. ആ പഴി രാജുവിൻ്റെ കുടുംബത്തിൽ വീഴുകയും ചെയ്യും. രുക്മിണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതിന് ശേഷം വേണുവേട്ടൻ പറയാ, രാധേ, അവർ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ഹരീഷിനെ കൊണ്ട് ഈ കാര്യമൊക്കെ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത്? അത് തന്നെയാ വേണുവേട്ടാ ഞാനും ആലോചിക്കുന്നത്. ഇതൊക്കെ ഹരീഷിനോട് ആര് ചെന്ന് പറയും? അപ്പോൾ ഉടനെ പ്രിയ പറയാ, ഞാൻ ഗർഭിണിയായിട്ടിരുന്നപ്പോഴേ ഈ വളകാപ്പും പുളികൂടിയൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അതുകൊണ്ട് ഇതൊന്നും ശ്രീലക്ഷ്മിക്കും വേണ്ട. പ്രിയയുടെ ചോദ്യത്തിന് തക്ക മറുപടി രാധമ്മ കൊടുക്കുക. എടി മോളെ, അതിന് നിന്നെ കല്യാണം കഴിപ്പിച്ച് ഭർത്താവിന്റെ വീട്ടോട്ടല്ലല്ലോ വിട്ടത്. ഭർത്താവിനെ കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലായിരുന്നോ? പിന്നെ എന്ത് വളകാപ്പ്, എന്ത് പുളികൂടി കല്യാണം അല്ലേ വേണുവേട്ട? പ്രിയ ചോദിച്ച് വാങ്ങിച്ച് ഒരടിയായിരുന്നു. രാജുവാണെങ്കിൽ ഈ സമയം ഓഫീസിന്റെ വാതുക്കലെങ്ങനെ നിൽക്കുക. രാജുവിന്റെ ക്ഷമ കെടുന്നുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ വന്നും പോവുകയും രാജുവിനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊരു പാർട്ടി പ്രവർത്തകൻ രാജുവിനെ കണ്ടിട്ട് രാജുവിനോട് ചോദിക്കുക, രാജു, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, സാറിനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? വർമ്മ സാറിന് ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഹെൽത്ത് കണ്ടീഷൻ അല്പം വീക്കാണ്. അത് കാരണം പുറത്തോട്ടങ്ങ് ഇറങ്ങി തുടങ്ങിയില്ല, റെസ്റ്റിലാണ്. അതെന്തായാലും നല്ല കാര്യം രാജു. ജീവിതകാലം മുഴുവൻ ഒരു റെസ്റ്റുമില്ലാതെ ഓടി നടന്ന മനുഷ്യനല്ലയോ അദ്ദേഹം. എന്തായാലും കുറച്ചുനാൾ റെസ്റ്റ് എടുക്കട്ടെ. അല്ല, രാജു ഇപ്പോൾ മിനിസ്റ്റർ അംബിക വർമ്മയുടെ PA ആണോ? അതെ സാർ. പിന്നെന്താ രാജു ഇവിടെ നിൽക്കുന്നത്? അകത്ത് പാർട്ടി സെക്രട്ടറി ഇരിപ്പുണ്ട്. അവർക്ക് രണ്ടുപേർക്കും എന്തോ ഡിസ്കഷൻ ചെയ്യണമെന്ന്. അതിന് ഏത് പാർട്ടി സെക്രട്ടറി ആയാലും PA ഒഴിവാക്കുവോ? ആ മലവിഴുങ്ങിയ അനന്തംപിള്ളയും ഈ അംബിക വർമ്മയും ഒറ്റ കയ്യാ. രണ്ടും വലിയ താപ്പാനകളാ. രണ്ടും ചേർന്ന് നാട് മൊത്തമായിട്ട് അങ്ങ് വിഴുങ്ങും. അതിനുള്ള ഡിസ്കഷൻ ആയിരിക്കും അകത്ത് നടത്തുന്നത്. രാജുവിനെ പുറത്തിറക്കി നിർത്തിയിരിക്കുന്നത് തന്നെ മനഃപൂർവ്വമാണ്. രാജുവിനെ പോലെയുള്ള ഒരാൾ ഇവളുടെയൊക്കെ PA ആവുമോ? ഇതൊക്കെ കളഞ്ഞിട്ട് വേറെ വല്ല പണിയും പോയി നോക്ക് രാജു. അത് കേട്ട് രാജു ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുക. എന്നാൽ ശരി രാജു, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഹരീഷ് ഒരു ആപ്പിള് കട്ട് ചെയ്ത് ശ്രീലക്ഷ്മിക്ക് കൊടുത്തോണ്ട് പറയുന്നു, ഓ, ഞാൻ സമയത്തിന് വന്ന് ഒന്നും തന്നില്ലെങ്കിൽ ഒന്നും കഴിക്കില്ല. ഇതൊക്കെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെയല്ലേ ബാധിക്കുന്നത്? അപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഒരു ഫ്രണ്ട് ധന്യ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. നിങ്ങളെന്നാ സംസാരിച്ചിരിക്കും, ഞാൻ നിങ്ങൾക്ക് കാപ്പി എടുക്കാം. അയ്യോ ഹരീഷേ, എനിക്ക് കാപ്പിയൊന്നും വേണ്ട, ഞാൻ അങ്ങനെ ചായയും കാപ്പിയും ഒന്നും കുടിക്കാറില്ല. എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും, എനിക്കൊരു ലേശം കുക്കിംഗ് കൂടെ ബാലൻസ് ഉണ്ട്, അത് പോയി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് അടുക്കളയിലോട്ട് പോവുകയാണ്. കുക്കിംഗ് ഒക്കെ ഹരീഷ് തന്നെയാണോ ചെയ്യുന്നത് ശ്രീ? അതെ അതെ, ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ ചേർന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാനാ ധന്യ, ഹരീഷ് എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. അതിന് നിങ്ങൾക്ക് ആരെങ്കിലും സെർവൻറ്റിനെ വെച്ചുകൂടെ ശ്രീ? അയ്യോ, സെർവൻറ്റിനെയൊക്കെ ഹരീഷിന് പേടിയാ തന്നെയേ. സെർവൻ്റ് ഉണ്ടാക്കി തന്നെ ഫുഡ് എങ്ങാനും കഴിച്ച് എനിക്ക് വല്ല ഫുഡ് പോയ്സൺ ആയെങ്കിലോ? വലിയ പേടിയാ പുള്ളിക്കാരന്. ഭയങ്കര കെയറിങ് ആണല്ലോ. അതേ തന്നെ, അക്കാര്യത്തിൽ ഞാൻ വെരി ഹാപ്പി. എന്നെ ജീവനാണ് ഹരീഷിന്. അത് നിന്റെ ഭാഗ്യവാ ശ്രീ. കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഒത്തു വരാറില്ല. അതിരിക്കട്ടെ ശ്രീ, വീട്ടുകാരും വരാറില്ലേ? നിന്റെയും ഹരീഷിന്റെയും വീട്ടുകാരെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ശ്രീലക്ഷ്മി ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിഷമിക്കുന്ന കണ്ടിട്ട് ധന്യ പറ, അയ്യോ സോറി, ഞാൻ നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യമായിരുന്നെങ്കിൽ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അതല്ല തന്നെ, വീട്ടുകാരും വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെ, വലിയ തലവേദനയാണ്. ഭയങ്കര സ്നേഹമുള്ളതുപോലെ ആക്ട് ചെയ്ത് കാണിക്കും. എനിക്ക് ഈ ആത്മാർത്ഥതയില്ലാത്ത സ്നേഹം കാണുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും വേണ്ട, ഞാനും എൻ്റെ ഹരീഷും മാത്രം മതി. പിന്നെ ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞു. എന്നാ പിന്നെ ശ്രീ, ഞാൻ പോട്ടെ, സമയം ഒരുപാടായി. എന്താവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ കൂട്ടുകാരി അവിടുന്ന് പോവുകയാണ്. ശ്രീലക്ഷ്മി അവിടെ കൂട്ടുകാരിയോട് പറഞ്ഞതൊക്കെ ഹരീഷ് കേട്ടിരുന്നു. ഹരീഷിനത് വളരെ സന്തോഷമായി. എന്നിട്ട് ശ്രീലക്ഷ്മിയോട് പറയുന്നു, നീ കൂട്ടുകാരിയോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ട്, എനിക്ക് വലിയ സന്തോഷമായി. നമുക്ക് നമ്മൾ മാത്രം മതി.
പിന്നെ നമുക്ക് എന്താണ് ഇപ്പോൾ പോയ ധന്യല്ലേ, അതുപോലുള്ള ഫ്രണ്ട്സുകളും മതി. ബന്ധുക്കളായിട്ട് ആരും നമുക്ക് വേണ്ട. ആ സ്നേഹമൊന്നും ഒരിക്കലും നിലനിൽക്കില്ല. ഈ കൂട്ടുകാരോടുള്ള സ്നേഹം എന്നും നിലനിൽക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? കാരണം അവർക്ക് ഡിമാൻഡുകളൊന്നുമില്ല. പക്ഷെ ബന്ധുക്കൾക്കൊക്കെ ഡിമാൻഡുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 പേരും മാത്രം മതി. രുക്മിണിയാണെങ്കിൽ രാജുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വരുന്ന വഴി അംബികയെ വിളിച്ച് കാര്യങ്ങൾ പറയുവാണ്. എന്തായി രുക്മിണി അവിടെ പോയിട്ട് കാര്യങ്ങൾ? ഞാൻ അവിടെ ചെന്ന് അംബിക പറഞ്ഞ് ഏർപ്പാടാക്കിയതുപോലെ എല്ലാം ഞാനവിടെ ചെയ്തിട്ടുണ്ട്. അതല്ല രുക്മിണി, സംഗതി വർക്കൗട്ട് ആവുമോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഇത് വർക്കൗട്ട് ആകുമോ അംബികയെ? 100% ഉറപ്പാ. ഓ താങ്ക്സ് രുക്മിണി, എന്നാലേ ഞാൻ അല്പം തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാവേ എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ അംബിക രാജുവിനും ഹൃദയയ്ക്കും അവരുടെ സന്തോഷം തകർക്കാനുള്ള എന്തോ ഒരു വലിയ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അംബിക എന്നിട്ട് ആ ഡോറ് തുറന്ന് പുറത്തോട്ട് വരുമ്പോൾ രാജു ആ കോർണറിൽ ഇങ്ങനെ ചാരി നിൽക്കുവാണ്. രാജു അവിടെ നിൽക്കുന്ന കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്ന അംബികയെ കണ്ടിട്ട് രാജു, മേഡം ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? നീ എനിക്കൊന്നും ചെയ്യണ്ട, നീ ഇവിടെ തന്നെ അങ്ങ് നിന്നാൽ മതി. എന്നിട്ട് മനസ്സിൽ പറയുക, നിനക്കുള്ള പണി ഞാൻ ഉടനെ തരുന്നുണ്ടടാ. എന്നിട്ട് അംബിക അവിടെ നിന്ന് നടന്നു പോവുക. രാജു മനസ്സിൽ പറയുന്നുണ്ട്, വർമ്മ സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. ഇവളെന്നെ മനഃപൂർവ്വം കളിയാക്കുവാണല്ലോ. ഈ സമയം ഹൃതിക പ്രതാപന് ജ്യൂസ് കൊടുക്കുക. പ്രതാപൻ ഇങ്ങനെ ജ്യൂസ് കൊടുത്തിട്ട് ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം രാധമ്മ ഫോൺ ചെയ്യുവാണ് ഹൃതികയ്ക്ക്. ശ്രീലക്ഷ്മിക്ക് വളകാപ്പ് നടത്തുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഹൃതിക അത് കേട്ടിട്ട് പറഞ്ഞു, ഈ സമയത്ത് അതിൻ്റെ ആവശ്യമുണ്ടോ? അത് നടത്തണോ രാധമ്മേ? അപ്പോൾ പ്രതാപൻ ഹൃതിയോട് പറയുന്നു, മോൾ ആ ഫോണിങ് തന്നെ. ആ ഫോൺ വാങ്ങി പ്രതാപൻ രാധമ്മയോട് സംസാരിക്കുക. രാധമ്മയെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ചടങ്ങുകളൊന്നും മാറ്റി വെക്കരുത്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന പെൺകുട്ടിയുടെ മനസ്സിന് എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവരും അവളെ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നുമുണ്ടെന്ന് അവൾക്ക് ബോധ്യം വരണം. ബന്ധുക്കളെല്ലാം ഒത്തുകൂടുമ്പോൾ അവളുടെ മനസ്സിനൊരു ധൈര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ചടങ്ങുകളൊന്നും മുടക്കണ്ട, ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അത് മാത്രമല്ല സാറേ പ്രശ്നം, ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ഹരീഷ് ഒരു പ്രശ്നക്കാരനാണ്. അവൻ ഈ ചടങ്ങിന് സമ്മതിക്കുമോ എന്നാ ഞങ്ങളുടെ പേടി. അവനെന്താ സമ്മതിക്കാതിരിക്കാൻ? അക്കാര്യത്തിൽ രാധമ്മയ്ക്കും വേണുവേട്ടനും പേടി വേണ്ട. ഋതുമോളും രാജുവും നേരിട്ട് ചെന്ന് അവനെ കണ്ട് സംസാരിക്കും. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിക്കൊടുക്കും. രാധമ്മ ധൈര്യമായിട്ടിരിക്കും. പ്രതാപൻ ഹൃതിയോട് പറയുന്നു, ഒരു പാവം പെൺകുട്ടിയുടെ ചടങ്ങ്, അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കണം. പിന്നെ ഇതിനൊക്കെ കുറച്ച് ചെലവുകളുണ്ട് മോളെ, സ്വർണ്ണമൊക്കെ മേടിക്കണം. രാജുവും വേണുവേട്ടനെ പോലെ വലിയ അഭിമാനിയാണ്. അതുകൊണ്ട് അവൻ കാശൊന്നും ചോദിക്കില്ല. രാജുവിന്റെ സാലറി അക്കൗണ്ടിൽ ശമ്പളം കൂടാതെ അക്കൗണ്ട് മാനേജർ ഒരു വലിയ തുക അവന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ആവശ്യമുള്ള ക്യാഷ് പിൻവലിച്ചോളാൻ മോൾ അവനോട് പറയണം. അത് മാത്രമല്ല മോളെ, എന്നെ ശുശ്രൂഷിച്ച ഹോം നേഴ്സില്ലേ, എന്തായിരുന്നു അവരുടെ പേര്? അച്ഛാ, അത് സിസ്റ്റർ പവിത്ര. സത്യത്തിൽ ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നതിൽ അവരുടെ വലിയൊരു കാരുണ്യമുണ്ട് അല്ലേ മോളെ? അവരൊരു വാക്കുപോലും എന്നോട് പറയാതെ പോയതിൽ എനിക്ക് ദുഃഖമുണ്ട്. ആ സിസ്റ്റർ അങ്ങനെയാച്ചാ, സത്യത്തിൽ അവരൊരു ത്യാഗിയാണ്, അവരൊരു ദേവിയും കൂടെ. അവരെന്നെ ശുശ്രൂഷിച്ചതിൻ്റെ സാലറി മോൾ അവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കണം. അത് മാത്രമല്ല, അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം. ഒരിക്കലും നന്ദികേട് കാട്ടരുത്. നന്ദികേടാണ് ഏറ്റവും വലിയ മഹാഭാവം. ബോധത്തോടെ എനിക്ക് ഒന്നുകൂടി അവരെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് നന്ദി പറയാന് എന്ത് ചെയ്യാനാ, അവർ പൊയ്ക്കളഞ്ഞില്ലേ? ഇതൊക്കെ കേട്ട് ഹൃതിക മനസ്സിൽ പറയാം, ഈ ലോകത്ത് അച്ഛനെ കൂടുതൽ സ്നേഹിക്കുന്നത് അച്ഛൻ്റെ പത്മാവതിയാണ്. ഹൃതിക എന്നിട്ട് ഓടി വന്ന് പത്മാവതിക്ക് ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുക. അതൊക്കെ കേൾക്കുമ്പോൾ പത്മാവതിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ആ സാലറിയെക്കുറിച്ച് പറയുമ്പോൾ പത്മാവതി പറയുന്നു, മോളെ, ആ പൈസയ്ക്ക് മോൾ എന്തെങ്കിലും ശ്രീലക്ഷ്മിയുടെ ഫംഗ്ഷന് വാങ്ങിച്ചു കൊടുക്കണം. കാരണം ഞാൻ സാലറി വാങ്ങിയില്ലെങ്കിൽ അതൊരു സംശയത്തിന് വഴിയാകും. അപ്പോഴൊരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ആരും കേൾക്കാതെ എൻ്റെ അന്വേഷണം മോള് പറയുകയും വേണം ശ്രീലക്ഷ്മിയോട്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു വലിയ മഹാദുരന്തം തന്നെ ആ കുടുംബത്തിന് കാത്തു നിൽക്കുവാണെന്ന് തോന്നുന്നു. മഹാദ്രോഹികളായ 2 പേരുടെ വക്രബുദ്ധിയിൽ തെളിയുന്ന ആ ദുഷ്ടത്തരത്തിന് ദൈവം കൂട്ടുനിൽക്കാതിരിക്കട്ടെ. ശ്രീലക്ഷ്മിയുടെ കുഞ്ഞിനും അവൾക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനി ഇതിനെക്കുറിച്ചുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.